പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഡ്രൂ മാക്കൻഡയർ ഇനി വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അതുപോലെ തന്നെ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ കോഡി റോഡ്സ്, റോക്ക്, റോമൻ റീൻസ് തുടങ്ങിയവരെ സംബന്ധിച്ച് ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ അഭിപ്രായത്തെ സംബന്ധിച്ചും, അതുപോലെ ഫിൻ ബാലർ, ലിവ് മോർഗൻ തുടങ്ങിയവർ തമ്മിൽ എന്ത് ബന്ധമാണ് നിലവിൽ ഉള്ളത്, അങ്കിൾ ഹൗഡിയുടെ റിട്ടേണിനോട് അനുബന്ധിച്ച് നമുക്ക് പുതുതായി കിട്ടിയിരിക്കുന്ന വാർത്തകൾ തുടങ്ങിയവയോ ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. പുറത്ത് നല്ല മഴയുള്ളത് കൊണ്ട് വോയിസിന് ചില പ്രശ്നങ്ങൾ നേരിട്ടേക്കാം. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്, ജൂലൈ മാസത്തിൽ WWE ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് 5 വർഷത്തിന് ശേഷം തിരികെ പോകുന്ന ഒരു അപ്ഡേറ്റ് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ഷോയാണ് ഇപ്പോൾ ജപ്പാനിൽ വെച്ച് നടക്കുന്ന ലൈവ് ഇവൻറ്റ്സിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാപ്പനീസ് റെസ്ലേഴ്സിന് നല്ലൊരു അവസരം ഇനി വരുന്ന വീക്ക്ലി എപ്പിസോഡിലും പ്രീമിയം ലൈവ് ഇവൻറ്റിലും ഈ ഒരു ലൈവ് ടൂറുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒന്നാമതായി പങ്കുവെക്കാനുള്ളത് ഡ്രൂ മാക്കൻഡയർ എന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഡ്രൂവിൻ്റെ ആരാധകർ ഡ്രൂ മാക്കൻഡയർ ഇനി വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുമോ, ഡ്രൂ മാക്കൻഡയറിന് ഇനി ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ലഭിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കൂടുതലും കാത്തിരിക്കുന്നത്. അവർക്ക് സന്തോഷമുള്ള ഒരു അപ്ഡേറ്റ് ആണ് റെസ്ലിംഗ് ഒബ്സർവറുടെ ന്യൂസ് ലെറ്റർ എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോട്ട്ലാൻഡിൽ വെച്ച് നടക്കാൻ പോകുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ക്ലാഷ് അറ്റ് ദി കാസ്റ്റലിൽ മെയിൻ ഇവൻറ്റിലേക്ക് ഡ്രൂ മാക്കൻഡയറിൻ്റെ മത്സരമാണ് ഇപ്പോൾ WWE സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എതിരാളി നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഡാമിൻ പ്രീസ്റ്റ് ആയിരിക്കുമെന്നും ആ ഇവൻറ്റിൽ വെച്ച് സ്വന്തം രാജ്യത്തിലെ സ്വന്തം കാണികളുടെ മുന്നിലെ വെച്ച് ഡ്രൂ മാക്കൻഡയറിന് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയവും അതിനുശേഷമുള്ള ഒരു സെലിബ്രേഷനും ലഭിക്കുമെന്നാണ് ഡേം മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിൽ റോയിലാണെങ്കിൽ ഡാമിൻ പ്രീസ്റ്റും ഡ്രൂ മാക്കൻഡയറും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡും ആരംഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ റോ ബ്രാൻഡിൽ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഏറ്റവും വലിയ എതിരാളി അത് CM Punk ആണ്. CM Punk ആണെങ്കിൽ മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല. ഡ്രൂവിനും ഇഞ്ചുറി ഉണ്ട്, പക്ഷേ ഡ്രൂവിൻ്റെ ഇഞ്ചുറി വലിയ സീരിയസ് അല്ല. അതുകൊണ്ട് തന്നെ അടുത്ത മാസത്തിലെ സ്കോട്ട്ലാൻഡിലെ ഇവൻറ്റിന് മുൻപ് ഡ്രൂ മാക്കൻഡയർ മെഡിക്കലി ക്ലിയർ ആയി ഡാമിൻ പ്രീസ്റ്റിനെതിരെ വേൾഡ് ടൈറ്റിൽ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ചലഞ്ച് പ്രഖ്യാപിക്കുകയും ആ ഒരു മത്സരം നടക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഡ്രൂ ഒരിക്കൽ കൂടി വേൾഡ് ചാമ്പ്യൻ ആകും എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് ഒരു പോഡ്കാസ്റ്റിൽ വെളിപ്പെടുത്തിയ കുറച്ച് അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചാണ്. റോയൽ റംബിൾ 2024, റസൽമേനിയ 40 തുടങ്ങിയ കഴിഞ്ഞു പോയ ഇവൻറ്റുകളെ സംബന്ധിച്ച് കോഡി പറയുന്നത് ഇങ്ങനെയാണ്. മെൻസ് റോയൽ റംബിളിൽ വിജയിക്കുന്നത് താനാണെന്നുള്ളത് മനസ്സിലാക്കി അന്നേ ദിവസം സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായി സംസാരിക്കാൻ വേണ്ടി താൻ ഓഫീസ് റൂമിലേക്ക് പോയപ്പോഴാണ് റസൽമേനിയ 40 റോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് എന്നും മെൻസ് റോയൽ റംബിളിൽ വിജയിച്ച താൻ റോമൻ റീൻസിൻ്റെ ടൈറ്റിലിന് റസൽമേനിയ 40 ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുന്നത് എന്നും കോഡി വെളിപ്പെടുത്തുകയുണ്ടായി. ഇതെല്ലാം മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ പൂർണ്ണ ശ്രമങ്ങൾ നടത്തി. അങ്ങനെ മെൻസ് റോയൽ റംബിൾ മത്സരം തുടങ്ങി അവസാനിച്ചു. ഞാൻ വിജയിച്ച ഉടനെ തന്നെ താൻ സെത്തിനെയും റോമനെയും കൈ ചൂണ്ടി കാണിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കോഡി സെത്തിനെയും റോമനെയും ഇങ്ങനെ കൈ ചൂണ്ടുന്നതിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം കോഡി ആരെയാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അത് റോമൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു. കോഡിയല്ലേ തനിക്കെതിരെ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ആ സമയത്ത് റോമൻ്റെ മുഖത്തുണ്ടായിരുന്നു. റോമനും ആ ഒരു സമയത്ത് റോക്കാണ് തന്നെ റസൽമേനിയയിൽ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സ്റ്റോറി ലൈനാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതും കോഡി വെളിപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ആരാധകരുടെ വലിയൊരു സപ്പോർട്ട് കോഡിക്ക് ലഭിച്ചതുകൊണ്ടാണ് റസൽമേനിയ 40 കോഡിക്ക് പിന്നെയും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എന്നാൽ കോഡി ഈ റോക്കിനെയോ റോമനെയോ നേരിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ സെത്തിൻ്റെ റോള് റസൽമേനിയയിൽ എന്തായിരുന്നു എന്നുള്ളത് വലിയൊരു സംശയമുള്ളൊരു കാര്യമാണ്. CM Punkന് ഇഞ്ചുറി പറ്റിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ സെത്തും CM Punkും തമ്മിലുള്ള സ്റ്റോറി ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ CM Punkനാണെങ്കിൽ റോയൽ റംബിളിൽ ഇഞ്ചുറി പറ്റുകയും ചെയ്തു. എന്തായാലും കോഡി റോഡ്സ് പങ്കുവച്ച ഈ ഒരു അഭിപ്രായം, അതായത് കോഡിക്ക് മാത്രം അറിയുന്ന ഈ ഒരു സത്യം അത് റോമന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത്, അത് റെസ്ലിംഗ് ലോകത്ത് വലിയൊരു ചർച്ചയിലേക്കാണ് നയിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നമ്മൾ കാത്തിരിക്കുന്ന അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ റോ എപ്പിസോഡിൽ അവർ പുറത്തേക്ക് വിട്ട പുതിയ QR കോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച വാർത്തയെ സംബന്ധിച്ചാണ്. ആ QR കോഡിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാവരെയും വലിയ കൺഫ്യൂഷനിലേക്ക് എത്തിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് അതിൽ നിന്ന് ലഭിച്ചത്. അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു പോയിന്റ് എറിക് റോവൻ എന്ന മുൻ വൈറ്റ് ഫാമിലി അംഗത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന നൽകിയതാണ്. അത് മറ്റൊന്നുമല്ല, റോവൻ യൂണിവേഴ്സിറ്റി എന്ന സർവകലാശാലയെ സംബന്ധിച്ചുള്ള ഒരു ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇൻഡയറക്റ്റായി ആ ഒരു QR കോഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്ത്. അതിൽ നിന്ന് എറിക് റോവനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡീകോഡ് ചെയ്ത് എടുക്കാൻ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് സാധിച്ചു. അപ്പോൾ എറിക് റോവനും അങ്കിൾ ഹൗഡിയും കൂടി ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അങ്കിൾ ഹൗഡി നേതൃത്വം കൊടുക്കുന്ന ആ ഒരു ഫാക്ഷൻ്റെ ഭാഗമായിട്ട് WWE തിരികെ വരും എന്നുള്ളതും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇക്കഴിഞ്ഞ കുറച്ച് QR കോഡിൽ നിന്ന് ആരൊക്കെയാണ് ഈ ഒരു ഫാക്ഷൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഓരോ റിവീലിംഗ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്ത് അങ്കിൾ ഹൗഡി കിങ് ആൻഡ് ക്വീൻ ഓഫ് ദ റിംഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വരും എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അങ്കിൾ ഹൗഡിയുടെ ഈ ഒരു QR കോഡൊക്കെ കാണിക്കുന്നതിന് ഇടയിൽ നമുക്കൊരു പക്ഷിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആ പക്ഷിയുടെ വീഡിയോസിൽ നിന്ന് ലഭിച്ച ആ ഒരു ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ടീഷർട്ടുകൾ നിലവിൽ WWE സൈറ്റിൽ അവർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മെർച്ചൻഡൈസ് വിൽപ്പനയ്ക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ആ പിക്ചറിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള റെസ്റ്റർ വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് അവർ നൽകിയിട്ടുള്ളത്. അതിൽ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും WWE പങ്കുവെക്കുന്നില്ല. അത് ആരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അങ്കിൾ ഹൗഡിയുടെ തിരിച്ചുവരവ് നമുക്ക് ഈ ശനിയാഴ്ച നടക്കുന്ന സൗദി അറേബ്യൻ ഇവൻറ്റിലൂടെ കാണാൻ സാധിക്കുമെന്നുള്ളൊരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. നാലാമത്തെ അപ്ഡേറ്റ്, സൂപ്പർ താരമായ റോക്കിൻ്റെ ഹോളിവുഡ് സിനിമയിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്ക് ഓവറിൻ്റെ പുതിയൊരു പിക്ചർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ റോക്കാണെന്നുള്ളത് നമുക്ക് ഒട്ടും മനസ്സിലാകില്ല. അത്തരത്തിലുള്ള വലിയൊരു മേക്ക് ഓവറാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഫിലിം സ്റ്റാർസിൻ്റെ മേക്ക് ഓവറിനെ സംബന്ധിച്ച് ഫോട്ടോസ് പുറത്തേക്ക് വിടുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നിന്ന് ഇത് റോക്കാണെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് റോക്കാണ് എന്നുള്ളത് നമുക്ക് ഇത് കൺഫേം ആയി പറയാൻ സാധിക്കുന്നത്. ഈ ഒരു മേക്ക് ഓവറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്, ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പും ലിവ് മോർഗനും തമ്മിൽ എന്താണ് നിലവിൽ ബന്ധമുള്ളത്? റിയ റിപ്ലിയെ ഇഞ്ചേർഡ് ആക്കിയ ലിവ് മോർഗനുമായി ജഡ്ജ്മെൻറ്റ് ഡേ എങ്ങനെയാണ് ഇപ്പോൾ കണക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ കുറച്ച് റോ എപ്പിസോഡുകളിലായി ഇപ്പോൾ ലിവ് മോർഗനെ പിന്തുടരുന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ടായിരുന്നു. ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ഇരു വ്യക്തികളും ഫേസ് ടു ഫേസ് വരുന്നു. പിന്നീട് ഒരു ലോക്കർ റൂമിൽ നിന്ന് ആദ്യം ലിവ് മോർഗനും പിന്നീട് ഡൊമിനിക് മെയ്സ്റ്റീരിയോയും ഇറങ്ങിപ്പോകുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോയുടെ തുടക്കത്തിൽ കാണിച്ച ഒരു ബാക്ക് സ്റ്റേജ് വീഡിയോയിൽ ഇൻഡയറക്റ്റായി അവർ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൻ ബെലറും ലിവ് മോർഗനും ഒരു കാറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ അംഗങ്ങൾക്ക് റിയ റിപ്ലിയുടെ ഏറ്റവും വലിയ ശത്രുവായ ലിവ് മോർഗനുമായിട്ടുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. റിയ റിപ്ലിയെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ലിവ് മോർഗനെ ഗ്രൂപ്പിലേക്ക് എടുക്കാനുള്ള പദ്ധതിയാണോ നിലവിലുള്ളത്? അതുപോലെ തന്നെ റിയ റിപ്ലി തിരികെ വരുമ്പോൾ ഒരു ഫേസ് ക്യാരക്ടർ ആയിട്ടായിരിക്കുമോ, ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിൻ്റെ എതിരെ ആയിരിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യങ്ങളും വരുന്നുണ്ട്. എന്തായാലും നിലവിൽ റോയിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു സ്റ്റോറി ലൈൻ എലമെൻ്റായി ജഡ്ജ്മെൻറ്റ് ഡേ, ലിവ് മോർഗൻ തുടങ്ങിയവരുടെ ഇൻഡയറക്റ്റ് ഇൻസിഡൻസും അവർ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മഴ കുറച്ചധികം നമുക്ക് പണിയുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ സഹകരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.